വെൽക്കം ടു ഡെക്കോർഗാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഇതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ്. നമ്മൾ സാധാരണ വിക്കർ ബാസ്ക്കറ്റ് നേട്ടുണ്ടാവും. അത് നമുക്ക് ഓൾറെഡി നമുക്ക് കെയിനിൽ ടൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കെയിൻ. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കേരള ക്ലൈമറ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ കഴിയുമ്പോൾ ഫംഗസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സാധനം വിട്ടുപോരാ, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വിക്കർ ബാസ്ക്കറ്റിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് മൂന്നും ആ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളിതിലൊരു ഫ്രെയിം ഉണ്ടാക്കി, മൾട്ടിവുഡിൽ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ അലുമിനിയത്തിൻ്റെ കോട്ടിംഗ് ആയിട്ടുള്ള മെഷ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ 2 സെക്ഷനായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സബോള, ഉള്ളി അങ്ങനത്തെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇതിൽ നമുക്കൊരു പാർട്ടീഷനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു 4 പാർട്ടായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇതിന് എയർ പാസേജ് എന്നതിന് ആവശ്യം വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും മുകളിലും ഗ്യാപ്പ് കിട്ടും, അടിയിലും ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഇതിന് 3 എണ്ണത്തിനും ഫുള്ളായിട്ട് എയർ സർക്കുലേഷൻ നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ ഈ സാധനം വിക്കർ ബാസ്ക്കറ്റാണെന്ന് വെച്ചാൽ അറിയാൻ പറ്റൂല. എന്നാൽ വിക്കർ ബാസ്ക്കറ്റിൻ്റെ എല്ലാ പർപ്പസും നമുക്ക് ഇതിൽ നടക്കും. പിന്നെ അധികം ബഡ്ജറ്റ് പ്രൈസും വളരെ വ്യത്യാസമാണ്. നമുക്ക് വിക്കർ ബാസ്ക്കറ്റ് ഒക്കെ ആകുമ്പോൾ 3500 അബോവ് വരും മിനിമം. നമുക്ക് ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞൊരു 2500 താഴേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മാക്സിമം പോയി. അപ്പോൾ നമ്മുടെ പർപ്പസ് നടക്കുകയും ചെയ്യും, കംപ്ലൈൻസും കാര്യങ്ങളും വളരെ കുറവായിരിക്കും ചെയ്യും.